ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, നമ്മൾ മുംബൈസ് ബോയ്സ്. അതെ, ഷുഗ, ആരം, ജിമി, ജംഗുക്ക്. ഈ 4 മെമ്പേഴ്സ് ആണ്. അതെ, ചേട്ടൻ അനിയന്മാർ, അത് മുതൽ ഫ്രണ്ട്സ്മാർ. ഇവർ 4 പേർ ഫേമസ് ഐഡൽസ് ബോയ്സ്. അതെ, ഓട്ടിസൺ ബോയ്സ് ആണ്, അതിൽ ഫേമസ് ആണ്. അതെ, ഇവർക്ക് 4 പേർക്കും ഭയങ്കര ഫേമസ് ബോയ്സ് ആണ് ഇവർ. അതെ, ഐഡൽ മാത്രമല്ല, ഒരു ബിസിനസ് മാൻ സിഒസ് ആണ്. അതെ, അവർക്ക് ഓൾറെഡി മാരേജുമായി ഒരു ബേബി ഉണ്ട്, ഗേൾ ബേബി. അതെ, ഒരു ക്യൂട്ട് ഗേൾ ബേബി ഉണ്ട് അവർക്ക്. അവരുള്ളത് സിയോൾ. അതെ, കൊറിയ. നമ്മൾ ഹീറോ ഇന്ത്യൻ ഗേൾ, നല്ല ക്യൂട്ട് ഇന്ത്യൻ ഗേൾ. നമ്മളെ ഹീറോയുടെ പേര് അനു പറഞ്ഞ കോളേജ് പഠിക്കുന്നതാണ് നമ്മൾ അനു. അതെ, അനു ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അനുവിനെ എൻട്രി നോക്കാം. സ്വീറ്റ് ഗേൾ, കാരിങ്, ഇന്നസെൻറ്റ്. നമ്മൾ ഹീറോ അത്ര ഇന്നസെൻറ്റും അല്ല, ഇന്നസെൻറ്റ് മാത്രം കുറച്ച് ടെൻഷൻ വന്ന് കത്തും. കുറച്ച് ഹീറോയിൻ, കുറച്ച് വില്ലേജ്, കുറച്ച് സിറ്റി. നമ്മൾ അനു ഉള്ളത്. നമുക്കിപ്പോൾ നമ്മൾ ഹീറോയിനെ എൻട്രി നോക്കാം. ഹീറോയിൻ അനു, അനു, അയ്യോ അമ്മ, എന്നമ്മ വിളിക്കുന്നത്. അനു, ലേറ്റായി അനു, പോമ്മ, എനിക്ക് കുറച്ച് ഉറങ്ങാം. എടി അനു, അയ്യോ അമ്മ, എന്ത് പറ്റി? ഇപ്പം എത്ര മണിയായമ്മ? അയ്യോ 4 മണി എത്ര അമ്മ, എന്നമ്മ വിളിക്കുന്നത്. അനു, എന്താ ഉറക്ക്? അമ്മ, എനിക്ക് കുറച്ച് ഉറങ്ങാം പ്ലീസ് അനു, എന്നമ്മ ഉറങ്ങുന്നത്. അനു, പോയി റെഡിയാവും. അതൊക്കെ അനു എന്നെ പറയുന്നു. ശരി അമ്മ. അമ്മേൻ്റെ ഒരു ടോർച്ച്. അനു പോയി കുളിച്ച് ഫ്രഷായി ഇങ്ങനെ എല്ലാ ജോലി കഴിഞ്ഞു അനുവിൻ്റെ. അനു നോക്കുമ്പോൾ 5 മണിയായി. അമ്മ, എന്തോ അനു? 5 മണിയായി അമ്മ. ഓക്കെ അനു, ഏതെല്ലാം ബുക്ക് കൊണ്ടുപോകണം അതെല്ലാം ലിസ്റ്റ് പോയി. ശരി, അമ്മേൻ്റെ ടോർച്ച് ശരിക്കങ്ങില്ല. അനുക്ക് ഏതെല്ലാം ബുക്ക് കോളേജ് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വെച്ച്. ഇന്ന് ഫസ്റ്റ് ഇയർ കോളേജ്. അനുവിൻ്റെ വീട് ഒരുമാതിരി മാറിപ്പോയായിരുന്നു. അമ്മ, എന്താനു? നീ ഇപ്പം കോളേജ് പഠിക്കാൻ പോകുന്നതാ. അമ്മ, കോളേജ് ദൂരമുണ്ട്, ഞാൻ എങ്ങനെ അമ്മ കോളേജ് പോവാ? അനു കേൾക്കായിരുന്നു. ഇതേ കഴിവ് എൻ്റെ കൂടെ നീ കേൾക്കുന്നത്. അങ്ങോട്ട് നോക്കൂ. അനു തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ബോയ് ഉണ്ടായിരുന്നു, ഹാൻസമായിട്ട് ക്യൂട്ടായിട്ട്. അനു ഷാക്കായ. എടാ ചേട്ട അർജുൻ എന്ന് പറഞ്ഞ് മണ്ടിക്കോയി. ഹലോ, അയ്യോ അടിച്ച് രാക്ഷസി. ചേട്ടാ അനു പോയി ഹഗ് ചെയ്തു. ഓ എൻ്റെ ചെല്ലക്കുട്ടി, ചേട്ട എപ്പോൾ വന്നതാ? അയ്യോ നൈറ്റേ വന്നതാ, അമ്മ പറയേണ്ട പറഞ്ഞതാ, ഈ നന്നായി ഉറങ്ങായിരുന്നു. ശരി ചേട്ടാ. ചേട്ടൻ എന്താ ഇവിടെ? ഓ അത് പിന്നെ പറയാം. നിൻ്റെ ചേട്ടനാ നിൻ്റെ കൂടെ വരാൻ പോകും, ചേട്ടൻ്റെ കൂടെ എന്നെ താമസിക്കാൻ പോകുന്നത് എന്ന് പറയായിരുന്നു. അനുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ അനു, നീ മാത്രമല്ല. എന്താ ചേട്ടാ പറഞ്ഞത്? നിൻ്റെ ഫ്രണ്ട്സ് വരാൻ പോവാ എന്ന് പറയായിരുന്നു. ഇതെൻ്റെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടാ നീയും എൻ്റെ ഫ്രണ്ട്സ് വരുമോ? അത് അങ്ങനായിട്ട്. അതെ, അനു ഒരു സൗണ്ട് കേട്ടായിരുന്നു. എടി വാടി എന്ന് വലിച്ചോണ്ട് വരായിരുന്നു. അർജുൻ, ഹായ് ആൻറ്റി. ഓ ആരേത്? കീർത്തിയാണോ? കീർത്തിനും കൂടെ ഒരുപാട് മാറിയായിരുന്നു. അർജുനെ നോക്കുമായിരുന്നു. കീർത്തി മോളെ എന്ത് പറ്റും? ചേട്ടാ എന്തിനാ എനിക്ക് ദൂരെ കോളേജിൽ പോകുന്നത്? നീ മാത്രമല്ല, നമ്മൾ അനു വരാം എന്ന് പറയുന്നത്. അനുവിനെ നോക്കിയായിരുന്നു സ്മൈൽ ചെയ്ത്. അനു നീ വരാം. അതെ, ഇപ്പം അനുവിൻ്റെ. അതെ, കീർത്തിൻ്റെ അമ്മയും അച്ഛനും വന്നിരുന്നു. എടാ അർജുൻ, എന്താ ആൻറ്റി? അതെ, നീ ഇവിടെ അനിയത്തി. അതെ, നീ ഇവിടെ നോക്കിക്കോളണം, മനസ്സിലായോ? അതെ ആൻറ്റി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അനു. കീർത്തിയുടെ ചേട്ടനും വന്നായിരുന്നു. എടാ മച്ച എന്ന് പറയായിരുന്നു. വാടാ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കീർത്തി ചേട്ടൻ കണ്ട് ചേട്ടൻ നമ്മൾ അനു കേട്ടെ. ചേട്ടൻ നീ വന്നിരുന്നോ? അതെടി ഞാനും വന്നിനോട് പറയായിരുന്നു. ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിന് പിന്നെ ഒരു വോയിസ് കേട്ടായിരുന്നു. ഇത് ആരെന്ന് എന്നെ നോക്കുമ്പോൾ ഷോക്കായിരുന്നു. അയ്യോ ഇവള് വന്ന. അമ്മ പറഞ്ഞേക്ക്, റോസി പറഞ്ഞേക്ക് നീ കൂടെ പോ. റോസിയാ ആൻറ്റി? അതെ സോറി വേൻസ്, റോസി വേണ്ട. ഇത് പൂജ ആയിരുന്നു. പൂജ എന്നെ ചില പേര് റോസി എന്ന് വിളിക്കുമായിരുന്നു. പൂജക്ക് പറഞ്ഞ
നമ്മൾ പേര് കഴിഞ്ഞത് റോസി വേണ്ട പൂജ വന്നിരിക്കുക. പൂജ വാടി എന്നെ പൂജ നമ്മ വിളിച്ചോടന്ന്. ആൻറ്റി, ഓ ആൻറ്റി, ഇവരെല്ലാം പോകുന്ന അത് അതെ പൂജ. പൂജ കഴിഞ്ഞ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയല്ല പോകുന്നത്. പൂജേൻ്റെ അമ്മ പറയുന്നു, അർജുൻ ഇവളെ നോക്കിക്കൊള്ളടാ എന്ന് പറഞ്ഞായിരുന്നു. എന്ത് പ്രശ്നമുണ്ടോ എനിക്ക് കോൾ ചെയ്ത് പറയണം. അങ്ങനെ ഇതുപോലെ ഹീറോയിൻ ഫാമിലി ഫ്രണ്ട്സ് ആണായിരുന്നു. അവരെല്ലാം ഫാമിലി ഫ്രണ്ട്സ് മതി, ഫ്രണ്ടാണ്. ഇതെല്ലാം ചൈൽഡ് ഫ്രണ്ട്. ഹീറോയിൻ്റെ മമ്മിയും അവരുടെ മമ്മിയും ഡാഡിയും എല്ലാം ഫ്രണ്ട്സ് മതിയാണ്. ഒരു ടോട്ടലും ഫ്രണ്ട്സാണ്. എല്ലാവരും ലവ് മാരേജാണ് അയച്ചത്. അവർ കുറച്ച് ദൂരം കോളേജ് പഠിച്ചായിരുന്നു. സ്കൂൾ 12th പഠിച്ച് പിന്നെ കോളേജ് മാറിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞ് പഠിച്ചത് കൊണ്ട് അവർ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ അവർ ലവ് ചെയ്ത് എല്ലാവരും മാരേജ് കഴിച്ചതായിരുന്നു. ഹീറോയി പറയായിരുന്നു, അമ്മ എന്താ അമ്മ കോളേജിൽ പോകുന്നത്? നിൻ്റെ ചേട്ടൻ വിളിച്ചോട്ട് പോകും. നിൻ്റെ ചേട്ടൻ നോക്കാം. ചേട്ടാ ഒരുമാതിരി മുറക്കായിരുന്നു. ഇല്ല ചേട്ടാ, വാ പോവാ എന്ന് പറഞ്ഞ് ഹീറോയിൻ വിളിച്ചോണ്ട് പോയിരുന്നു. ഒരു കാർ, അതായത് ഒരു കാർ ആയിരുന്നു. ആ കാറിൽ വലിയൊരു കാറായിരുന്നു. എന്നാൽ ലഗേജ് എല്ലാം ഇതാക്കി കാർ ഡ്രൈവിങ് ചെയ്ത് പോയിരുന്നു. അങ്ങനായിട്ട് വീട്ടിലേക്ക് ഡ്രൈവിങ് നിറയെ പോയിരുന്നു. ഫുഡെല്ലാം ഹോട്ടലിൽ കഴിച്ചായിരുന്നു. ചേട്ടാ എനിക്ക് ഇത് വേണം, ശരി കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിങ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. ഈ വൈക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ പറയായിരുന്നു, മച്ചി നമ്മൾ പോയി കറങ്ങാം. അതേ പറഞ്ഞ് അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് എത്തിയായിരുന്നു. ഒരു വീടായിരുന്നു. ആ വീട്ടിൽ വരുന്ന നല്ല സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ അർജുൻ ഇറങ്ങിയായിരുന്നു. അർജുൻ്റെ ഫ്രണ്ട് ആദ്യം ഇറങ്ങുമായിരുന്നു. എടീ കയറി. എന്താ ചേട്ടാ? എണേ ഏത് പൂജ? എന്താ ചേട്ടാ? അനു, ചേട്ടാ ശരി ഓക്കെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ലഗേജ് എല്ലാം എടുത്തോ, ലഗേജ് താഴെ വെച്ച് പോയിക്കോ. അങ്ങനെയായിട്ട് അങ്ങനെ അകത്ത് പോയിരുന്നു. അങ്ങനെ അകത്ത് പോയപ്പോൾ നോക്കുമ്പോൾ അവിടെ എല്ലാം ജോലി. അതെ, അവിടെ വീട് നല്ല സൂപ്പറായിട്ടുണ്ട്. വീട് വലിയ വീടായിരുന്നു. അർജുൻ പറയായിരുന്നു, വാ ഇത് റൂം കാട്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അതെ മീറ്റ കൊണ്ടുപോയിരുന്നു. ഫസ്റ്റ് ചേട്ടാ ഇതാരുടെ റൂമാ? അർജുൻ പറയായിരുന്നു, ഇത് ആദ്യൻ്റെ റൂമാ, ഇതെൻ്റെ റൂമാ. പ്രിയ ഇത് അല്ല പ്രിയ അല്ല കീർത്തി ഹീറോയിനോട് പറയുന്നു, എന്താ ഇത് നീ ചേട്ടൻ റൂമിൽ എടുത്താണ് അത് എൻ്റെ റൂം. നെക്സ്റ്റ് കീർത്തി, നെക്സ്റ്റ് പൂജ.